ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم وأما من أوتي كتابه بشماله فيقول يا ليتني لم أوت كتابيا ولم أدر ما حسابيا يا ليتها كانت القاضية ما أغنى عني ماليا هلك عني سلطانيا خذوه فغلوه ثم الجحيم صلوه ثم في سلسلة ذرعها 70 ذراعا فاسلكوه إنه كان لا يؤمن بالله العظيم ولا يحض على طعام المسكين. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ മതം നമ്മെ ഏൽപ്പിച്ച മുഴുവൻ ബാധ്യതകളും നിർവഹിച്ച് ജീവിതത്തെ കുറെ കൂടി സാമൂഹികമായ ഇടങ്ങളിൽ ഈടുറ്റ കണ്ണികളായി ജീവിച്ച് ജീവിതത്തെ കുറെ കൂടി ധന്യമാക്കാൻ ശ്രമിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. ഒരു പൂർണ്ണ വിശ്വാസിയാവാൻ അയാൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചർച്ച ചെയ്തത്. നമ്മൾ ദുന്യവിയായ കാര്യങ്ങളെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന പല കാര്യങ്ങളും അയാൾ അള്ളാഹുവിൻ്റെ പക്കൽ കൂലി കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുമ്പോൾ അത് വലിയ പുണ്യകർമ്മമായി മാറുന്നു എന്നിടത്താണ് നമ്മൾ അവസാനിപ്പിച്ചത്. ഈ യാഥാർത്ഥ്യം പക്ഷേ തിരിച്ചറിയാൻ വിശ്വാസികളായ ആളുകൾ വൈകിപ്പോവുകയാണ്. വൈയക്തികമായി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, ഇബാദത്തുകൾ, അവക്ക് അല്ലാഹു സുബ്ഹാനഹു വ നൽകുന്ന അതേ തോതിലോ ഒരുപക്ഷെ അതിൽ കൂടുതലോ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് നമുക്ക് പുണ്യം നൽകുന്നത്, കൂലി നൽകുന്നത് ഇത്തരത്തിലുള്ള കർമ്മങ്ങൾക്കാണ് എന്നതും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അള്ളാഹുവും നമ്മളും തമ്മിലുള്ള ബന്ധം സുദൃഢമായി നിലനിർത്തണം. അത് മതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. അതേ സന്ദർഭത്തിൽ മനുഷ്യനും തമ്മിലുള്ള ബന്ധം നന്നായി നിലനിർത്തിക്കൊണ്ട് പോവുകയും വേണം. ഇത് രണ്ടും കൂടി സമ്മേളിക്കുമ്പോഴാണ് ഒരാൾ പൂർണ്ണ വിശ്വാസിയായി മാറുന്നത് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഈമാനിനോടുള്ള നമ്മളുടെ ശ്രദ്ധയും ജാഗ്രതയും, ഈമാൻ ചോർന്നു പോകുന്നതിൽ നമ്മൾ കാണിക്കുന്ന പേടിയും വെപ്രാളവും മനുഷ്യബന്ധങ്ങൾ മനുഷ്യന് ഉപകാരം ചെയ്യുന്നിടത്ത് ഉണ്ടാകുന്നില്ല എന്ന് വന്നുകൂടാ എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. 60-70 കൊല്ലമൊക്കെ ജീവിച്ച് എമ്പാടും സൽക്കർമ്മങ്ങൾ ചെയ്ത് നമസ്കാരവും നോമ്പും സക്കാത്തും സദഖയും ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിച്ച ആളുകൾ പരലോകത്തെത്തുമ്പോൾ കുറ്റവാളികളാണെന്ന് വിധി എഴുതപ്പെട്ട് നരകത്തിലേക്ക് വലിച്ചെറിയുന്ന ഒരു കാഴ്ച അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ് വിശുദ്ധ ഖുർആൻ അൽ ഹാഖ സൂറത്തിൽ നിന്ന് ഞാൻ ഓതി വെച്ച ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്.
വലങ്കയിൽ ഇടങ്കയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആളുകൾ അവിടെ വെച്ച് വിലപിക്കുകയാണ്, ഈ ഗ്രന്ഥം എനിക്ക് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ, ഇങ്ങനൊരു വിചാരണ തന്നെ ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ, എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയില്ലായിരുന്നു, ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ, എനിക്കിതിനെക്കുറിച്ച് ധാരണയില്ലായിരുന്നു, ഈ ദുനിയാവിൽ ജീവിതത്തോടു കൂടി എല്ലാം തീർന്നുപോയെങ്കിൽ എനിക്കൊരുപാട് സമ്പത്തുണ്ടായിരുന്നു, ആ സമ്പത്ത് എനിക്ക് ഉപകരിച്ചില്ല. എനിക്കൊരുപാട് അധികാരങ്ങളുണ്ടായിരുന്നു, ആ അധികാരങ്ങളൊക്കെ നശിച്ചുപോയി. കിങ്കരന്മാരായ മലക്കുകളോട് അള്ളാഹുവിന്റെ കൽപ്പന, ഖുദൂഹു ഫഉല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂഹു, കൈയും കാലും പിടിച്ചു കെട്ടി വലിച്ചെറിയൂ നരകത്തിലേക്ക്. കുറ്റം എന്താണെന്നറിയോ? എന്നിട്ട് 70 മുഴമുള്ള ചങ്ങലയിൽ ബന്ധിച്ചിടുക അയാളെ. അയാൾ ചെയ്ത കുറ്റം എന്താണെന്നറിയോ? അയാൾക്ക് ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അളീം, അളീമായ അള്ളാഹുവിൽ വിശ്വസിക്കേണ്ട മുറപ്രകാരം അയാൾ വിശ്വസിച്ചിരുന്നില്ല. ഈമാൻ ഉണ്ട് എന്ന് അയാൾ വിചാരിച്ചിരുന്നു, പക്ഷെ ആ ഈമാനിൽ പെശക പറ്റിയോ എന്നയാൾ പരിശോധിച്ചിരുന്നില്ല. മുഅ്മിനാണ്, മുവഹിദാണ് എന്ന് അയാൾ ഊറ്റം കൊണ്ടിരുന്നു, പക്ഷേ തൗഹീദിനൊപ്പം ശിർക്ക് കലർന്നിരുന്നുവോ എന്നയാൾ ഭയപ്പെടുകയോ പരിശോധിക്കുകയോ വിചിന്തനം നടത്തുകയോ ചെയ്തിരുന്നില്ല. മറ്റൊരു കുറ്റം, വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, പാവങ്ങളായ കുറെ ആളുകൾക്കിടയിലാണ് അയാൾ ജീവിച്ചു പോയത്. അവർക്ക് അന്നം കൊടുക്കുന്ന വിഷയത്തിൽ അയാൾ പ്രേരണ നൽകിയില്ല. അന്നം കൊടുത്തില്ല എന്നല്ല, അന്നം കൊടുക്കുവാൻ മറ്റുള്ള ആളുകളെ പ്രേരിപ്പിക്കാമായിരുന്നു അയാൾക്ക്, അതുപോലും ചെയ്തില്ല എന്ന് അല്ലാഹു വലിയ കുറ്റമായി പറയുന്നു. പരലോക വിചാരണയ്ക്ക് ശേഷം ശിക്ഷയുടെ കാരണങ്ങൾ അല്ലാഹു ഇങ്ങനെ എണ്ണി പറയുമ്പോൾ, മറ്റൊരിടത്ത് വിശുദ്ധ ഖുർആൻ അൽ മുദ്ദസിർ സൂറത്തിൽ, ഇതൊക്കെ നമുക്ക് സുപരിചിതമായ ആയത്തുകളാണ്, ബൈഹാട്ടുള്ളതുമാണ്. കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന ഇല്ലാ അസ്ഹാബൽ യമീൻ ഫീ ജന്നാത്തിൻ യതസാഅലൂൻ അനിൽ മുജ്രിമീൻ. കുറ്റവാളികളായ ആളുകളെ നോക്കി സ്വർഗാവകാശികളായ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം, മാ സലക്കക്കും ഫീ സഖർ, നിങ്ങൾ എങ്ങനെയാണ് ഈ സഖറിലെത്തിപ്പെട്ടത്, നരകത്തിലെത്തിപ്പെട്ടത്? ഖാലൂ, അവർ പറയുന്ന ഉത്തരങ്ങൾ, അവർ തന്നെ പറയുന്ന ഉത്തരങ്ങൾ, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ കൃത്യമായി നമസ്കാരം നിർവഹിക്കുന്നവരായിരുന്നില്ല, നിസ്കരിച്ചിരുന്നു, എപ്പോഴെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ, ഞങ്ങൾക്ക് തോന്നുമ്പോഴൊക്കെ. രണ്ടാമത്തെ ആൻസർ, വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ അഗതികൾക്ക് അന്നം നൽകിയിരുന്നില്ല. വകുന്നാ നഖൂളു മഅൽ ഖായിളീൻ, ഞങ്ങൾ നാടോടുമ്പം നടുവെ ഓടുകയായിരുന്നു എന്ന് ഇന്നത്തെ ഭാഷ. ആളുകൾ ചെയ്യുന്ന എല്ലാ കർമ്മത്തിന്റെ പിന്നാലെയും ഞങ്ങളും പോയി, അതൊക്കെ ഞങ്ങളും അനുഷ്ഠിക്കേണ്ടതാണെന്ന് ഞങ്ങൾക്ക് തോന്നി. അത് ശരിയുണ്ടോ തെറ്റുണ്ടോ, മതം പറഞ്ഞതാണോ അല്ലേ, ഞങ്ങളതൊന്നും ചിന്തിച്ചില്ല, ഞങ്ങളെങ്ങനെ ഓടുകയായിരുന്നു. അള്ളാഹുവിന്റെ മതം ഇത് പരലോകത്ത് വലിയ വലിയ ഗതികേടായി മാറുമെന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ നടക്കുന്നത് അനർത്ഥങ്ങളാണ്, വേണ്ടാത്തരങ്ങളാണ്, ധൂർത്തുകളാണ്, ഒരു ഗുണവും ദുനിയാവിലോ ആഖിറത്തിലോ കിട്ടാത്തവയാണ്. അതൊക്കെയും എൻ്റെയും നിങ്ങളുടെയും വീടുകളിലേക്ക് പതുക്കെ പതുക്കെ കയറി വരുന്നത് നമ്മൾ അറിയാഞ്ഞിട്ടല്ല, നമ്മളത് ശ്രദ്ധിക്കാതെ പോവുകയാണ്. വകുന്നാ നഖൂളു മഅൽ ഖായിളീൻ എന്ന് ദുഃഖത്തോടുകൂടി സങ്കടത്തോടുകൂടി ആർത്തട്ടഹസിച്ച് പറയേണ്ടി വരുന്ന ഗതികേടുണ്ടാക്കരുത് എന്ന് നമ്മളിപ്പോഴാണ് ആലോചിക്കുന്നത്. മനുഷ്യരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുക എന്നത് ആരാധനകളൊക്കെയും പാഴ്വേലകളാക്കി മാറ്റിക്കളയുന്ന ഗുരുതരമായ തെറ്റാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതദ്റൂൻ, നിങ്ങൾക്കറിയുമോ മനിൽ മുഫ്ലിസ്, മുഫ്ലിസ് എന്നാൽ ആരാണ് എന്ന്? പാപ്പറായവൻ എന്നാണ് അതിന്റെ മലയാളം. അപ്പൊ സഹാബത്ത് പറഞ്ഞു, കച്ചവടമോ അല്ലെങ്കിൽ കൃഷിയോ അല്ലെങ്കിൽ സമ്പാദ്യങ്ങളോ ഒക്കെ തകർന്നുപോയി, നേരത്തെ ഉണ്ടായിരുന്ന സാമ്പത്തിക ലെവലിൽ നിന്ന് സീറോയിലേക്ക് താഴ്ന്നു പോകുന്ന ആളുകളെയാണ് ഞങ്ങൾ പ്രവാചകരെ മുഫ്ലിസ് എന്ന് വിളിക്കുക. പ്രവാചകൻ പറഞ്ഞു, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി യഅതി യൗമൽ ഖിയാമ ബിസലാത്തിൻ വസിയാമിൻ വസകാത്തിൻ. ഒട്ടേറെ നമസ്കാരത്തിന്റെ, സക്കാത്തിന്റെ, നോമ്പിന്റെ ഒക്കെ വലിയ കണക്കുമായി പരലോകത്ത് വരുന്നവരാണവർ. അവരുടെ മുമ്പിൽ ചില ആളുകൾ വന്ന്, ഇയാൾ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്,
ഇയാൾ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്, ഇയാൾ എന്നെ അഭിമാനം പിച്ച് ചീന്തിയിട്ടുണ്ട്, ഇയാൾ എന്നെ മാനം കെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു വരുന്ന ഓരോരുത്തർക്കും അള്ളാഹു ഇയാളുടെ നന്മകൾ വീതിച്ച് നൽകും. ഈ സംഭവം ഇവിടുന്ന് അങ്ങോട്ട് പറയേണ്ടതൊക്കെയും ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരാൻ അറിയും. അത്രമേൽ നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു സംഭവം ഇതൊരു കഥയായി കേട്ടുപോവാനല്ലല്ലോ. അവസാനം ഇയാളുടെ നന്മകൾ തീർന്നു പോകും. അപ്പൊ എന്ത് ചെയ്യും? മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ഇയാളിൽ ചാർത്തിക്കൊടുക്കുന്ന അവസ്ഥയുണ്ടാകും. ഒരുപാട് കാലം നമസ്കരിച്ച്, ഒരുപാട് കാലം ജമാഅത്തിൽ പങ്കെടുത്ത്, ഒരുപാട് ഉംറകളും അതുപോലെ തന്നെ ഹജ്ജും ഒക്കെ നിർവഹിച്ച്, സക്കാത്തുകൾ ലക്ഷക്കണക്കിനും കോടികളും ചെലവഴിച്ച് സദഖകളൊക്കെ നൽകിയ മനുഷ്യൻ പരലോകത്തെത്തുമ്പോ മറ്റുള്ളവന്റെ അവകാശങ്ങൾ ധ്വംസിച്ചതിന്റെ പേരിൽ, അയാൾ ഗീബത്ത് പറഞ്ഞതിന്റെ പേരിൽ, നമീമത്ത് പറഞ്ഞതിന്റെ പേരിൽ, കളിയാക്കിയതിന്റെ പേരിൽ ഒക്കെ നരകത്തിലേക്ക് പോവേണ്ട അവസ്ഥയുണ്ടാകരുത് എന്ന് അള്ളാഹുവിന്റെ മതം പഠിപ്പിക്കുന്നു. മതമെന്നത് അവനവന്റെ ഒരു ചെറിയ വൃത്തത്തിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്തെടുത്തുകൊണ്ട് മാത്രം പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒന്നാണ് എന്ന് വിചാരിക്കരുത് എന്നാണ് ഗൗരവബുദ്ധ്യ ഞാൻ ഉണർത്തുന്നത്. മനുഷ്യരോടുള്ള ബാധ്യതകളിൽ വീഴ്ച വരുത്തുന്നത് അള്ളാഹുവോടുള്ള ബാധ്യതയുടെ ലംഘനമാണെന്ന് കൃത്യമായി മതം പഠിപ്പിക്കുന്നു. പരലോകത്ത് വരുമ്പോ ഇതും അറിയാവുന്ന വസ്തുതകൾ, നമുക്കറിയാവുന്ന ഒരു സംഭവം. അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണയ്ക്ക് വരുന്നു. ഏ മനുഷ്യ, ഞാൻ രോഗിയായി കടന്നു, നീ എന്നെ വന്ന് കണ്ടില്ല. ഈ ഹദീസിന്റെ ബാക്കിയും ഈ ഇരിക്കുന്ന ഒരു 80% ആളുകൾക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരാൻ കഴിയും. എങ്ങനെയാണ് കൈഫ അഊദുക വഅൻത റബ്ബുൽ ആലമീൻ, ഞാൻ എങ്ങനെ താങ്കളെ പടച്ച തമ്പുരാനെ നിന്നെ വന്ന് രോഗമാകുമോ സന്ദർശിക്കും? നീ രോഗിയാകുന്ന അവസ്ഥയുണ്ടാകുമോ? നീ ആയാൽ എനിക്ക് ഒന്ന് കാണാൻ കഴിയുമോ? ഇന്നാലിന്ന സ്ഥലത്ത് നമ്മൾ ജീവിക്കുന്ന ഈ പ്രദേശത്തിന്റെ പല ഭാഗത്ത് അല്ലെങ്കിൽ നാമുമായി ബന്ധപ്പെട്ട് കിടക്കുന്നിടത്ത് ഇന്നയാൾ രോഗിയായി കിടക്കുകയായിരുന്നു എന്ന് നിനക്കറിയാമായിരുന്നു. നീ അവിടെ പോയില്ല. അവിടെ പോയാൽ അവിടെ നിനക്ക് എന്നെ കാണാമായിരുന്നു. അള്ളാഹുവിന്റെ രൂപത്തോടു കൂടി അവിടെ ഇങ്ങനെ അള്ളാഹു വന്നു നിൽക്കും എന്നല്ല പറഞ്ഞതിനർത്ഥം. അള്ളാഹ് ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തം നിർവഹിക്കുക വഴി അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാവുകയും അള്ളാഹ് ഏൽപ്പിച്ച ബാധ്യതയാണ് എന്ന ബോധമുണ്ടാവുകയും ജീവിതത്തിൽ പടച്ചവനെ ഓർക്കാനുള്ള നല്ല അവസരങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. പരലോകത്ത് സ്വർഗം കിട്ടുന്ന നല്ലൊരു അമലായി, ഒരു പുണ്യകർമ്മമായി അത് സ്വീകരിക്കപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ ആ ഹദീസ് ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. ഞാൻ വിശന്നു, നീ എനിക്ക് അന്നം തന്നില്ല. അങ്ങനെ പോകുന്നു. അത് എനിക്ക് ദാഹിച്ചു, നീ എനിക്ക് വെള്ളം തന്നില്ല. ബാക്കി സംഗതികളൊക്കെ നമുക്കറിയാം. നോക്കൂ നിങ്ങൾ, നമ്മൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം, ഒരു സാമൂഹ്യമായ ബാധ്യതയിലെ വീഴ്ചയെ അള്ളാഹുവോടുള്ള ബാധ്യതാ നിർവഹണത്തിലെ വീഴ്ചയായി കൃത്യമായി പരിചയപ്പെടുത്തുന്നു അള്ളാഹുവിന്റെ മതം. നമ്മൾ ആലോചിക്കാറില്ല അങ്ങനെ. അതിനിപ്പോ എനിക്ക് സമയമില്ല. അതും പടച്ചോനും തമ്മിലൊരു ബന്ധവുമില്ലെന്നാണ് നമ്മുടെ ധാരണ. ഞാനിപ്പോ അയാൾക്ക് അവിടെ പട്ടിണിയാണ്, ആ പട്ടിണി ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏറി വന്നാൽ ഇപ്പൊ ഞാനും അയാളും തമ്മിലുള്ള എന്തോ ഒരു ബാധ്യതയിൽ ചെറിയൊരു വീഴ്ച പറ്റും എന്നേ നമുക്കറിയൂ. അല്ല, അത് അള്ളാഹുവുമായിട്ടുള്ള ബന്ധത്തെ ബാധിക്കും. പടച്ചവനോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നതിൽ പോരായ്മയായി കാണും. അന്യരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുകയും തിന്നുകയും എന്നിട്ട് പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആളുകളെ കുറിച്ചും നമുക്കറിയാം. ജടകുത്തിയ മുടിയുമായി, പൊടിപാറിയ വസ്ത്രങ്ങളുമായി ആളുകൾ ഇങ്ങനെ പടച്ച തമ്പുരാനോട് വളരെ ക്ഷീണിതനായി, എടങ്ങേറായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടാകും. കഷ്ടപ്പെട്ട് യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ് എന്ന് ദുആയിരിക്കുന്നുണ്ടാകും. അള്ളാഹുവോട് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഞാനും നിങ്ങളും ആ പ്രാർത്ഥനയ്ക്ക് എന്തുകൊണ്ട് ഉത്തരം കിട്ടുന്നില്ല എന്നതിന് ഇതാണോ കാരണം എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു, മഅ്കലുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം ഉദിയ ഫിൽ ഹറാം ഫഅന്നാ യുസ്തജാബ്. അയാൾ ഭക്ഷിക്കുന്നത് ഹറാമിൽ നിന്നുള്ള സമ്പത്ത് കൊണ്ടാണ്. അയാൾ കുടിക്കുന്നതും ഹറാമായി സമ്പാദിച്ചതാണ്. അയാൾ ധരിക്കുന്നതും അയാളുടെ സകല വ്യവഹാരങ്ങളും ഹറാമായ കാശ് കൊണ്ടാണ്. അയാൾ ഹറാമിൽ ഊട്ടപ്പെട്ട് കിടക്കുകയാണ്. ഈ ഹറാമുകൾ എന്ന് പറയുന്നത് മറ്റുള്ളവന്റെ അവകാശങ്ങൾ പിടിച്ചെടുത്തതാണ്, അന്യായമായി സമ്പാദിച്ചതാണ്.
അതിൽ കണ്ണീര് കുടിക്കുന്ന ആളുകൾ അപ്പുറത്തുണ്ടാകും. അന്നാ യുസ്തജാബ്, എങ്ങനെയാണ് ഉത്തരം കിട്ടുക? ആരുത്തരം നൽകാനാണ് അത്തരക്കാർക്ക്? ഇവിടെയും നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തനിക്ക് ഇബാദത്ത് എടുക്കുന്നതിന്റെ മുമ്പ് അതിനേക്കാൾ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് തന്റെ അടിമകൾക്ക്, നമ്മളോടൊപ്പം ജീവിക്കുന്ന നമ്മുടെ സഹജീവികൾക്ക് ഗുണം കിട്ടുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ചതായി കാണാം. അങ്ങനെ ഉണ്ടാവുമോ? നിങ്ങൾ അതാദ്യം ചെയ്യ്, എന്നിട്ട് അതിന്റെ പ്രയോറിറ്റി കൊടുക്കുമ്പോൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻഗണനയും വൈയക്തികമായ ഇബാദത്തുകൾക്ക് അതിന്റെ താഴെയും ലിസ്റ്റ് ചെയ്തത് അള്ളാഹുവിന്റെ മതത്തിൽ ഉണ്ട്. അങ്ങനെ ഉണ്ടാവുമോ? അറബികൾക്കിടയിൽ ഒരു ചീത്ത സ്വഭാവമുണ്ടായിരുന്നു. ഭാര്യമാരോട് ദേഷ്യം പിടിക്കുമ്പോ അൻതി അലയ്യ കലഹരി ഉമ്മി എന്ന് പറഞ്ഞോളും. നീ എനിക്കെന്റെ ഉമ്മയെ പോലെയാണ്. അതോടുകൂടി ആ ബന്ധം പിരിയും. ഉമ്മയെ കാണുന്ന പോലെ ഭാര്യയെ കാണാൻ പറ്റില്ലല്ലോ. ദാമ്പത്യ ബന്ധം അവസാനിക്കും. ആ ദാമ്പത്യ ബന്ധത്തിൽ നിന്ന് രണ്ടാമത് വീണ്ടും ആ ബന്ധം അങ്ങനെ പറഞ്ഞു പോയാൽ ജാഹിലിയ കാലത്താണ്, അത് നിങ്ങൾ അവസാനിപ്പിക്കണം. ആർക്കെങ്കിലും അബദ്ധം പറ്റിയാൽ വല്ലദീന യുളാഹിറൂന മിൻ നിസാഇഹിം സുമ്മ യഊദൂന ലിമാ ഖാലൂ, അതിന് പ്രായശ്ചിത്തം നിശ്ചയിച്ചു അള്ളാഹുവിന്റെ മതം. ഫതഹരീറു റഖബ, നമ്പർ 1, ഒരു അടിമയെ മോചിപ്പിക്കണം. എന്നിട്ട് അടുത്ത ആയത്തിൽ ഫമൻ ലം യജിദ്, ഒരു അടിമയെ മോചിപ്പിക്കാൻ അയാൾക്ക് കഴിയില്ലെങ്കിൽ ഫസിയാമു ശഹ്റൈനി മുതതാബിയൈൻ, 2 മാസം തുടർച്ചയായി നോമ്പെടുക്കണം. മിൻ ഖബ്ലി അൻ യതമാസ, അവർ വീണ്ടും ബന്ധപ്പെടുന്നതിന് മുമ്പ്. ഫമൻ ലം യസ്തതി, അതിനും സാധിക്കുന്നില്ലെങ്കിലോ 60 ആളുകൾക്ക് അയാൾ ഭക്ഷണം കൊടുക്കണം. ഇത്ആമു 60 മിസ്കീന. അപ്പൊ അള്ളാഹുവിന്റെ മതത്തിലെ ചില വീഴ്ചകൾക്ക്, ആചരിക്കുമ്പോൾ ഉണ്ടാകുന്ന തെറ്റുകൾക്ക് പ്രായശ്ചിത്തം കഫാറത്തായി നൽകുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ മനുഷ്യപ്പറ്റുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. അബദ്ധത്തിൽ ഒരു വിശ്വാസി വധിക്കപ്പെട്ടു പോയാൽ ആരാണോ കൊല ചെയ്തത് ആ കൊലയാളി എന്ത് ചെയ്യണം എന്നത് ഇതേ നിയമമാണ് വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായത്തിൽ 92-ലുള്ളത്. സത്യം ചെയ്തു, ശപഥം ചെയ്തു, ആ ശപഥത്തിന്റെ പ്രായശ്ചിത്തം കുറെ കൂടി നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ ഈ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനൊക്കെ ശപഥം ചെയ്യാൻ നിൽക്കരുത്. ഇത് മറ്റൊരു വിഷയമാണ്. അനങ്ങിയാൽ അറബികളുമാരി വല്ലാഹി പറയരുത്. അത് അവസാനത്തെ അറ്റ കൈക്ക് ചെയ്യേണ്ട സംഗതിയാണ് ശപഥം ചെയ്യുക എന്നത്. ശപഥം ചെയ്താൽ അത് പാലിക്കണം. പാലിക്കാതിരുന്നാൽ 5-ാം അധ്യായത്തിലെ 89-ൽ സംഗതി പറയുന്നുണ്ട്. 10 അഗതികൾക്കുള്ള അന്നം നൽകണം, അല്ലെങ്കിൽ അവർക്ക് വസ്ത്രം നൽകണം, അതുമല്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കണം. അതിനും സാധ്യമല്ലെങ്കിൽ 3 ദിവസം നോമ്പ് നിൽക്കണം. ഞാൻ ലിസ്റ്റിന്റെ ആ മുൻഗണനാക്രമം ഒന്ന് പിടിച്ചു നോക്കൂ നിങ്ങൾ. ഒന്നുകൂടി പോയാൽ 10 അഗതികൾക്ക് അന്നം നൽകണം, 2 വസ്ത്രം നൽകണം, അല്ലെങ്കിൽ 3 ഒരു അടിമയെ മോചിപ്പിക്കണം, 4 അതിനും സാധ്യമല്ലെങ്കിൽ 3 ദിവസം നോമ്പ് നിൽക്കണം. ഇവിടെ 1, 2, 3 ഓപ്ഷനുകൾ മനുഷ്യന്മാർക്ക് ഗുണം ചെയ്യുന്നതാണ്, മനുഷ്യന്മാർക്ക് ഗുണം കിട്ടുന്നതാണ്. അവസാനത്തെ ഓപ്ഷനാണ് അത് സാധ്യമല്ലെങ്കിലാണ് അള്ളാഹുവിനുള്ള ആരാധനയായി ചെയ്യണമെന്ന് പറഞ്ഞത്. ഇത്രമേൽ സമൂഹവുമായി എന്താ പറയാ ഇഴപിരിയാത്ത ഒരു ബന്ധം ആരാധനകളിലും സൽക്കർമ്മങ്ങളിലും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് വിശ്വാസിയുടെ ജീവിതത്തിൽ ഈ മതം എന്നർത്ഥം. ഖുർആൻ പറഞ്ഞ സുപരിചിതമായ ഒരു ഭാഗമുണ്ട്. ഫലഖതഹമൽ അഖബ, നിങ്ങൾ ആ മലമ്പാത താണ്ടിക്കടന്നില്ല. ആ മലമ്പാത താണ്ടിക്കടന്നാൽ അതിനപ്പുറമാണ് സുഖലോക സ്വർഗമുള്ളത്. കീക്കാന്തൂക്കായ പാറക്കൂട്ടങ്ങൾ, വഴുവഴുപ്പുള്ള ആ പാറക്കൂട്ടങ്ങൾ അള്ളിപ്പിടിച്ച് കയറി അടർന്നു വീണ് വീണ്ടും ഈ മുൾക്കാടുകൾ താണ്ടിയിട്ട് നിങ്ങളിങ്ങനെ ക്ലേശപൂർണമായ ഒരു യാത്ര പോകണം. ഹൈവേയിലൂടെയല്ല, ചുരം കയറണം നിങ്ങൾ. അഖബ, അവിടെ മുൾക്കാടുകൾ വകഞ്ഞു മാറ്റി ഹിംസ്ര ജന്തുക്കളുണ്ട് നിങ്ങളെ പിടിച്ചു തിന്നാവുന്ന.
ആ ഹിംസ്ര ജന്തുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് സമർത്ഥമായി രക്ഷപ്പെടണം. എന്നിട്ട് അതിക്ലേശകരമായ ആ യാത്ര പൂർത്തിയാക്കണം. വമാ അദ്റാക മൽ അഖബ, നിങ്ങൾക്ക് ഈ ക്ലേശപൂർണമായ യാത്രയെക്കുറിച്ച് എന്തറിയാം? ഫക്കു റഖബ, അടിമത്ത മോചനമാണത്. ഔ ഇത്ആം ഫീ യൗമിൻ ദി മസ്അബ, വളരെ ക്ലേശപൂർണമായ നാളുകളിൽ അഗതികൾക്ക് അന്നം നൽകലാണത്. യതീമൻ ദാ മഖറബ, അടുത്ത ബന്ധമുള്ള അനാഥകൾക്കും. ഔ മിസ്കീനൻ ദാ മത്രബ, കഷ്ടപ്പാടുകൾ കൊണ്ട് മണ്ണ് പുരണ്ടുപോയ പാവങ്ങൾക്കും. ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة. പോരാ, പരസ്പരം ക്ഷമയും പരസ്പരം ഹക്ക് കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വസിയത്ത് ചെയ്യുന്ന, ഉപദേശിക്കുന്ന ഒരു സ്ട്രോങ് ടീം, ഒരു ശക്തമായ ഒരു ബെൽറ്റിനകത്ത് ജീവിക്കുകയും വേണം. ശക്തമായ ഒരു ബെൽറ്റിനകത്ത് ജീവിക്കണം. ഉലൈക അസ്ഹാബുൽ മൈമന, അവർ മാത്രമാണ് വലതുപക്ഷത്തിന്റെ ആളുകൾ. വിശുദ്ധ ഖുർആനാണിത്. നന്മ എന്താണ് എന്ന് വിശദീകരിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ 2-ാം അധ്യായത്തിലെ 170-ാമത്തെ ആയത്ത് ജീവിതത്തിൽ പകർത്തിയാൽ സമൂഹത്തിൽ വിളക്കുമാടമായി എഴുന്നു നിൽക്കാനാവും എന്ന് മുഫസ്സിറുകൾ എഴുതി വെക്കുന്നു. ലൈസൽ ബിർറ അൻ തുവല്ലൂ വുജൂഹക്കും ഖിബ്ലൽ മശ്രിഖി വൽ മഗ്രിബ്, നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിഞ്ഞു നിൽക്കുന്നതിലല്ല പുണ്യം. വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വൽ മലായികതി വൽ കിതാബി വൻ നബിയീൻ, വിശ്വാസപരമായ ഈ 5 കാര്യങ്ങൾ അതിൽ വിശ്വസിക്കലാണ്. നിങ്ങൾക്ക് സമ്പത്തിനോട് ഏറെ ഇഷ്ടമുള്ളപ്പോ ആ സമ്പത്ത് നൽകണം. അടുത്ത ബന്ധുക്കൾക്ക്, അനാഥകൾക്ക്, മിസ്കീനുമാർക്ക്, ഇബ്നു സബീലിന്, ചോദിച്ചു വരുന്നവർക്ക്, അടിമത്ത മോചനത്തിന്. പിന്നെയാണ് എന്ന വരിയുള്ളത്. വിശുദ്ധ ഖുർആനിന്റെ ഈ പ്രയോറിറ്റി നമ്മൾ നന്നായി പഠിക്കണം. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന. അതിങ്ങനെ ഇബാദുർ റഹ്മാനിന്റെ ക്വാളിറ്റീസ് ഇങ്ങനെ എണ്ണി നോക്കൂ നിങ്ങൾ. മുഴുവനും ഇങ്ങനെയാണ്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ സവിശേഷതകൾ. നടത്തത്തിൽ മര്യാദ പറഞ്ഞു, അവിവേകികളുമായുള്ള വാദകോലാഹലത്തോട് സ്വീകരിക്കേണ്ട സമീപനം പറഞ്ഞു, രാത്രി നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു, സമ്പത്ത് ചെലവഴിക്കുമ്പോൾ പുലർത്തേണ്ട മിതത്വത്തെക്കുറിച്ച് പറഞ്ഞു, ബഹുദൈവാരാധന വർജിക്കണമെന്ന് പറഞ്ഞു, അന്യായമായ കൊലകൾ തടയുന്നതിനെ കുറിച്ച് സംസാരിച്ചു, വ്യഭിചാര നിരോധനം, കള്ളസാക്ഷ്യം ഉപേക്ഷിക്കൽ, അനാവശ്യ കാര്യങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട്, അങ്ങനെ കടന്നു പോകുന്നു. അത് അപ്പോഴാണ് ഒരു ഇബാദുർ റഹ്മാൻ രൂപപ്പെടുന്നത്. വൈയക്തികമായ ഇബാദത്തുകൾ നിർവഹിച്ച് ഞാൻ ഏറെ 100% ആൻഡ് എബവ് പെർഫെക്റ്റ് ആണ് എന്ന് വിചാരിക്കേണ്ടതില്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാഹു വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഇസ്രായിലെ ആയത്തുകളിലൂടെ കടന്നുപോയാലും ഈ മനുഷ്യപ്പറ്റുള്ള ഒരുപാട് ഏരിയകളിലൂടെ നമ്മളെ നടത്തിക്കൊണ്ടുപോകുന്നത് കാണാം വിശുദ്ധ ഖുർആൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇനി ഒരു സൂറത്ത് നമുക്കൊക്കെ പരിചയമുണ്ട്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദുഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ വയംനഊനൽ മാഊൻ. അനാഥകളുടെ അന്നം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്ത ആളുകളും അത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളുകളും അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, മതമില്ലാത്തവരാണ്. മതത്തെ നിഷേധിക്കുന്ന ആളുകളെ കണ്ടുവോ? അവർ നമസ്കരിക്കുന്നുണ്ട് ആളുകളെ കാണിക്കാൻ വേണ്ടി. അറ്റ കൈക്ക് ഉപ്പ് തേക്കാത്തവരാണവർ എന്ന് അല്ലാഹു തന്നെ കുറ്റപ്പെടുത്തുന്നു. മതമല്ല പ്രശ്നം, പൊരിയുന്ന വയറാണ് പ്രശ്നം എന്ന് പറഞ്ഞ് ആളുകളെ ഇളക്കി മറിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളുണ്ട്. അവക്ക് മുമ്പിൽ ഇസ്ലാമാണ് ഇത് ആദ്യം പറഞ്ഞത് എന്നും നമ്മുടേതാണ് ആ ബാധ്യത ആദ്യമെന്നും നമ്മൾ മറന്നുപോകുന്നു. തന്നാൽ കരയേറേണ്ടോരെത്ര പേരോ താഴത്ത് പായ്ച്ചേറിൽ അമർന്നിരിക്കെ താനൊറ്റയായി ബ്രഹ്മപദം കുതിക്കും തപോനദിക്കെന്തൊരു ചാരിതാർത്ഥ്യമെന്ന ഉള്ളൂരിന്റെ കവിതകൾ പാടിപ്പറഞ്ഞാണ് ഈ മതവിശ്വാസികളായ ആളുകൾ നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിന്റെ ആളുകളാക്കി മാറ്റുന്നത്. ആപത്ത് വന്നെടുത്തിയിടുന്ന നേരത്ത് ശോഭിക്കയില്ലടോ സജ്ജനഭാഷിതം എന്ന് നമ്മെ കളിയാക്കി കുഞ്ചൻ നമ്പ്യാർ. നമുക്കത് മനസ്സിലായില്ല.
നിങ്ങൾ പറയുന്ന ഈ സുന്ദരമായ ആശയങ്ങളും കൊണ്ട് ആളുകളെടുത്തു പോകുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ഇത് ഇറങ്ങി ഇറങ്ങി ചെല്ലണമെങ്കിൽ അവരുടെ തലയിൽ കത്തുന്നതൊന്ന് അവസാനിപ്പിക്കണം. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അള്ളാഹുവിന്റെ മതം നമ്മുടെ ബാധ്യതയായി നിർവഹിക്കുന്നു എന്നത് വിശ്വാസികളായ ആളുകൾ, മുവഹിദുകളായ ആളുകൾ, അള്ളാഹുവിന്റെ വേണ്ടി ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുന്ന ആളുകളായ നാമെങ്കിലും മനസ്സിൽ വെക്കണം. അങ്ങനെ ഓർത്തുകൊണ്ട് ജീവിതത്തെ കുറെ കൂടി ധന്യമാക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാ വൽ അഖ്വാത്ത് ഊസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ മതം പൂർണ്ണമായി ആചരിച്ചുകൊണ്ട് കുറെ കൂടി നല്ല നിലയിൽ ജീവിച്ച് മുമ്പോട്ട് പോകാൻ, ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോടുകൂടി ജീവിച്ച് മുമ്പോട്ട് പോകണമെന്ന് ആദ്യം എന്നെയും പിന്നെ നിങ്ങളെയും ഒന്നുകൂടെ ഞാൻ ഉണർത്തുന്നു. വിശുദ്ധ ഖുർആൻ ഹൂദ് അധ്യായത്തിൽ 11-ാമത്തെ ആയത്തിനെ തഫ്സീറുകളിൽ വിശദീകരിക്കുന്നത് ഒന്ന് നമ്മൾ കേൾക്കുക. അതിങ്ങനെയാണ്: വമാ കാന റബ്ബുക ലിയുഹ്ലികൽ ഖുറ ബിളുൽമിൻ വഅഹ്ലുഹാ മുസ്ലിഹൂൻ. അല്ലാഹു നശിപ്പിക്കുകയില്ല ഒരു നാടിനെ ബിളുൽമിൻ, ളുൽമ് കാരണം. ഈ ളുൽമിന് മുഫസ്സിറുകളായ ആളുകൾ, ഇമാം റാസിയെ പോലെയുള്ള ആളുകൾ, ഖുർത്തുബിയെ പോലെയുള്ള ആളുകൾ, പിന്നെയും കുറെ മുഫസ്സിറുകൾ ളുൽമ് എന്നത് ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം മകനോട് പറഞ്ഞ ഇന്ന ശിർക ലളുൽമുൻ അളീം എന്നതാണ്. ളുൽമ് കലരാത്ത വിശ്വാസമുള്ള ആളുകൾക്കാണ് തുമഇനീൻ, മനസ്സമാധാനമുണ്ടാവുക എന്ന് പറഞ്ഞല്ലോ. വലം യൽബസൂ ബി ഈമാനിഹിം ബിളുൽമിൻ. ആ അർത്ഥം തന്നെയാണ് ഇവിടെയും വെക്കേണ്ടത് എന്നവർ വാദിക്കുന്നു. എന്നിട്ട് ഈ ആയത്തിന് അവർ അർത്ഥം പറഞ്ഞു: നാട്ടുകാർ നന്മ ചെയ്യുന്നവരായിരിക്കെ അള്ളാഹു ബഹുദൈവത്വം കാരണം ആ നാടുകളെ നശിപ്പിക്കുകയില്ല. ശിർക്ക് ചെയ്തു എന്നതിൻ്റെ പേരിൽ ഒരു നാടിനെ മുച്ചൂടും നശിപ്പിക്കുകയില്ല. അപ്പോ അങ്ങനെ വരുമ്പോ അള്ളാഹു നശിപ്പിച്ച കുറേ നാടുകളുണ്ടല്ലോ. ഇമാം തഫ്സീർ റാസി അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അന്നഹു തആല ലാ യുഹ്ലികു അഹ്ലൽ ഖുറാ ബിമുജറദി കൗനിഹിം മുശ്രിക്കീന ഇദാ കാനൂ മുസ്ലിഹീന ഫിൽ മുആമലാത്തി ഫീമാ ബൈനഹും. ആളുകൾക്കിടയിലുള്ള ഹക്കടപാടുകളും മുആമലാത്തുകളും ബാധ്യതാ നിർവഹണങ്ങളും സുന്ദരമായി കൊണ്ടുപോകുന്നുണ്ട് എങ്കിൽ ശിർക്ക് ഉണ്ട് എന്നതിന്റെ പേരിൽ ഒരു നാടിനെ അള്ളാഹു നശിപ്പിക്കുകയില്ല. വൽഹാസിൽ അന്ന അദാബൽ ഇഗ്തിസാൽ ലാ യൻസിൽ ലിഅജ്ലി കൗനിൽ ഖൗം മുഅ്തഖിദൻ ലിശ്ശിർക്കി വൽ കുഫർ. ശിർക്കിലും കുഫറും ആണ് എന്നതിന്റെ പേരിലല്ല ഈ സർവനാശം സംഭവിക്കുന്നത്. ബൽ ഇന്നമാ യൻസിൽ ദാലികൽ അദാബ് ഇദാ അസാഉ ഫിൽ മുആമലാത്തുകളിൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കേണ്ട പെരുമാറ്റ മര്യാദകളിൽ വീഴ്ച വരുമ്പോഴാണ് അള്ളാഹ് നശിപ്പിക്കുന്നത്. മനുഷ്യന്മാർക്കിടയിൽ ളുൽമും ഈദാവും ഒക്കെ ഉണ്ടാകുമ്പോഴാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നു. അതേ സംഭവം തന്നെയാണ് ഇമാം ഖുർത്തുബി ഉദ്ധരിക്കുന്നത്. അതേ സംഭവം തന്നെയാണ് ഈ ഫത്ഹുൽ ഖദീർ നൽകുന്ന വ്യാഖ്യാനം. അത് തന്നെയാണ് തഫ്സീറുൽ മുനീറിലും ഷഅറാവിയിലും ബഗവിയിലും ഒക്കെയുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആളുകളെ എന്താ പറയുക, കൊന്നുകളഞ്ഞ, മുച്ചൂട് നശിപ്പിച്ച കഥകൾ നമുക്ക് പറയാനുണ്ട്. ആ കഥകളിൽ ഒരുപാട് സമുദായത്തെ അള്ളാഹു കൊന്നിട്ടുണ്ടല്ലോ. നമുക്ക് പറയാം, ആദ് സമുദായം, ഊദ് സമുദായം, അങ്ങനെ പോകുന്ന നൂഹ് നബിയുടെ സമുദായം, അവിടെ നിന്ന് തൊട്ടിങ്ങോട്ട് ഒരുപാട് കഥകൾ പറയാം. അതിനൊക്കെ കാരണവും അവർ പറയുന്നത് ലൂത്ത് നബിയുടെ ജനതയെ നശിപ്പിച്ചത് എന്തിനാ നമുക്കറിയാം. ഷുഐബ് നബിയുടെ ജനതയെ നശിപ്പിച്ചത് എന്തിനാ നമുക്കറിയാം. അപ്പൊ അങ്ങനെ അവരുടെ ഈ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുകയും ബാധ്യതാ നിർവഹണത്തിൽ വീഴ്ച വരുത്തുകയും സ്വവർഗരതിയുടെ ആളുകളായി മാറുകയും ആളുകളുടെ ഈ ബന്ധങ്ങളൊക്കെ നശിപ്പിച്ചു കളയുകയും അങ്ങനെ പോകുന്ന അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ച ഒരു കൂട്ടർ, അങ്ങനെ നിങ്ങൾ എടുത്തു നോക്കൂ. അങ്ങനെയുള്ള കുറെ ദൈവിക ശിക്ഷകൾക്ക് ഇത് കാരണമായെന്ന. അപ്പൊ അള്ളാഹുവിനോടുള്ള ബാധ്യതാ നിർവഹത്തിലെ വീഴ്ച പരലോകത്തിലെ കഠിന ശിക്ഷകൾക്ക് വിധേയമാകും, യാതൊരു തർക്കവുമില്ല. വിശ്വാസപരമായി വീഴ്ച വന്നാൽ കഠിനമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിലിട്ട് ശിക്ഷിക്കും. ഒപ്പം നമ്മൾ മറന്നുപോവാതെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു സംഗതി എന്താണെന്നറിയോ?
മനുഷ്യരോട് ചെയ്യുന്ന അനീതി രണ്ട് ലോകത്തും ശിക്ഷയ്ക്ക് കാരണമാകും. രണ്ട് ലോകത്തും ശിക്ഷയ്ക്ക് കാരണമാകും എന്നതാണ്. അപ്പം നമ്മുടെ ഹക്കുകൾ, ബാധ്യതകൾ, മാതാപിതാക്കളുള്ള കടമകളും ബാധ്യതകളും, മുതിർന്നവരോടുള്ള കടമകളും ബാധ്യതകളും, കുടുംബത്തോട് നിർവഹിക്കേണ്ട ബാധ്യതകളും കടമകളും, മഹല്ലത്തിനോട് കാണിക്കേണ്ട ബാധ്യതകളും കടമകളും, നാടിനോട് കാണിക്കേണ്ട ഉത്തരവാദിത്തങ്ങളും കടപ്പാടുകളും കടമകളും, അങ്ങനെ പോകുന്ന നമ്മുടെ കീഴിൽ ജീവിക്കുന്ന ആളുകൾ, നമ്മുടെ മുമ്പിലുള്ള ആളുകൾ, നമ്മെ അള്ളാഹു ഏൽപ്പിച്ച നമ്മുടെ കീഴിലുള്ള കുറെ ആളുകൾ, അങ്ങനെ പോകുന്ന കുറേ ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളിലുള്ള വീഴ്ചക്ക് ദുനിയാവിലും ശിക്ഷ കിട്ടും, ആഖിറത്തിലും ശിക്ഷ കിട്ടും എന്നാണ് ഈ പറയുന്നത്. അള്ളാഹുവിന്റെ മതം അങ്ങനെ ഒരു നല്ല നിലയിൽ ജീവിച്ചു പോകുന്ന മനുഷ്യനെ സൃഷ്ടിക്കുന്നു. അങ്ങനെയുള്ള കുറെ ആളുകളുള്ള നല്ല കുടുംബങ്ങളെ സൃഷ്ടിക്കുന്നു. അങ്ങനെയുള്ള നല്ല കുടുംബങ്ങളുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ദുനിയാവിലും ആഖിറത്തിലും നന്മ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന സുന്ദരമായൊരു സമൂഹത്തെ, അങ്ങനെയുള്ളൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിൽ ഈടുറ്റ കണ്ണികളാവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാവരെയും പ്രാപ്തരാക്കുമാറാവട്ടെ. ഇന്ന് നമ്മുടെ പള്ളിക്ക് വേണ്ടിയുള്ള, നമ്മുടെ ഈ പള്ളിയുടെ ദൈനംദിന കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള സാമ്പത്തിക ചെലവുകൾക്ക് വേണ്ടി ഫണ്ട് പിരിക്കുന്നു. അതിലെല്ലാവരും നന്നായി സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് വിശ്വാസികളായ ആളുകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. ആ പ്രയാസങ്ങൾ മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് കടന്നു വരുമോ എന്ന് നമ്മൾ ഭയപ്പെടുന്നു. ആശങ്കകൾ ലോകം മുഴുവനുമാണ്. അത്തരത്തിലുള്ള ഭീതിജനകമായൊരു അന്തരീക്ഷത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. സർവശക്തനായ തമ്പുരാനോട് സമാധാനത്തിന് വേണ്ടിയുള്ള ദുആ നമ്മുടെ എല്ലാ പ്രാർത്ഥനാ വേളകളിലും മറക്കാതെ നിർവഹിക്കണമെന്ന് വളരെ ശക്തിയായി ഞാൻ ആവശ്യപ്പെടുകയാണ്. സർവശക്തനായ തമ്പുരാനെ, നിന്റെ ഈ ഭൂമിയിൽ നിന്റെ മതം വിശ്വസിച്ചുകൊണ്ട് മുവഹിദുകളായി സമാധാനത്തോടുകൂടി ജീവിക്കുവാനുള്ള അവസരം ഞങ്ങൾക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഇസ്ലാമിനോട് ശത്രുത കാണിക്കുന്ന ആളുകൾ, മുസ്ലിമീങ്ങളെയും മുസ്ലിം രാഷ്ട്രങ്ങളെയും വകവരുത്തുവാനുള്ള ഗൂഢശ്രമങ്ങളിൽ നിന്ന് പിന്തിരിയാൻ നീ അവർക്ക് തോന്നിച്ചു നൽകണമേ റഹ്മാനെ. ലോകത്ത് സമാധാനം നിലനിർത്താൻ ആവശ്യമായ സമാധാനത്തിൻ്റെ ഉടമ്പടികളിലേക്ക് തിരിച്ചു വരാൻ ഉത്തരവാദപ്പെട്ട ലോകരാഷ്ട്ര നേതാക്കന്മാർക്ക് തോന്നിച്ചയും തൗഫീഖും നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും സമാധാനത്തോട് ജീവിക്കുവാൻ പറ്റാവുന്ന സമാധാന അന്തരീക്ഷം നീ തന്നെ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അവിവേകമുണ്ടായി പോവാതെ നോക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ റഹ്മാനെ. വിശ്വാസികൾ വിശ്വാസത്തിൻ്റെ പേരിൽ ശാന്തരായി സമാധാനചിത്തരായി ഈ മതം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ടത് ഞങ്ങളിലൂടെയാണ് എന്ന തോന്നലോടുകൂടി സമാധാനകാംക്ഷികളായി ജീവിക്കാൻ നീ വിശ്വാസികളായ മുഴുവൻ ആളുകളെയും പ്രേരിപ്പിക്കണമേ റഹ്മാനെ.